ഒടുവിൽ നമ്മളെ നേപ്പാൾ യാത്രേന്റെ പാർട്ട് 2 വ്ലോഗിലേക്ക് എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട് നമ്മൾ നേപ്പാൾ ബോർഡറിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ ഓരോ കാഴ്ചകളാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേപ്പാൾ ബോർഡർ കടക്കാൻ പോകുന്ന ഒരു കാഴ്ചയായിട്ട് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാ. നമ്മൾ ഇന്ത്യൻ ബോർഡർ ഈ ഫുൾ ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ ഏകദേശം നേപ്പാൾ ബോർഡർ കടക്കുന്ന സംഭവങ്ങൾ നേപ്പാളിൽ എത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാട്ടോ. നമ്മൾ നേപ്പാൾ ബോർഡർ എത്തുന്നത് മാത്രമല്ല, നമ്മൾ നേപ്പാൾ ടൗണിൽ ചെലവഴിച്ച സമയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വ്ലോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം നേപ്പാൾ വിശേഷങ്ങളായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ സമയം കളയണ്ട. അപ്പോൾ അവസാനത്തെ വ്ളോഗിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഉണ്ടായത് നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ കയറിയ കാഴ്ചകളാട്ടോ. അപ്പോൾ നമ്മൾ 3rd AC ട്രെയിൻ കാഴ്ചയുള്ള രാവിലത്തെ കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി അറൗണ്ട് നമ്മൾ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടെ നിന്ന് എന്താ പരിപാടി വെച്ചാൽ സൊണാലി ബോർഡറിലേക്ക് എത്താനുള്ള 2 മാർഗ്ഗങ്ങളിൽ ഒന്ന് ബസ്സും പിന്നെ ഷെയർ ടാക്സി ഉണ്ട്. ബസ് ചില സമയങ്ങളിൽ ഉണ്ടാകും കുറേ ടൈം കൊടുക്കും. ഷെയർ ടാക്സി പെട്ടെന്ന് എത്തുന്നതാട്ടോ. ഷെയർ ടാക്സിക്ക് നല്ലോണം ബാർഗിൻ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ബാർഗിൻ കഴിവ് പോലെ ഇരിക്കട്ടെ, 400 താഴേക്ക് പിടിച്ച് ചവിട്ടി പിടിക്കണം. ഷെയർ ടാക്സിന്ന് ഏകദേശം പോകാൻ 2-3 മണിക്കൂർ, ഏകദേശം 2.5 മണിക്കൂർ യാത്ര ഉണ്ട് ഏകദേശം ഗോരഖ്പൂർന്ന് സൊണാലി ബോർഡറിലേക്ക് എത്താണ്ട. പോകുന്ന വഴിക്ക് ഇതുപോലെ ഹോട്ടലിലൊക്കെ നിർത്തി തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡും കഴിച്ച് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോവാം. പക്ഷേ ഷെയർ ടാക്സി ചൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ആയിട്ടാ. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ച ഒരു സംഭവം നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം അവിടുത്തെ ഒരു ചപ്പാത്തി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയും ഓർഡർ ചെയ്ത്. ചിക്കൻ കറി നല്ല എണ്ണുള്ളൊരു സാധനം ഉണ്ട്. രാവിലെ തന്നെ കഴിച്ച് കിക്കായിട്ടുണ്ടായിരുന്നത് കഴിച്ചപ്പോൾ. എന്തായാലും പിറ്റേ ദിവസം മൂലം ഒന്നും കഴിക്കാത്തതിന് നല്ല വിശപ്പുള്ളതുകൊണ്ട് നേരെ അങ്ങ് ഷെയർ ടാക്സി പിടിച്ച് ഈ ഹോട്ടലിൽ കയറി കഴിക്കുന്നത്. വീണ്ടും നമ്മൾ ഷെയർ ടാക്സിയിൽ യാത്ര തുടങ്ങി. അങ്ങനെ ഏകദേശം നമ്മളിതാ കാത്തിരുന്നതിൽ നമ്മൾ നേപ്പാൾ ബോർഡറിന്റെ അടുത്തെത്തി. നമ്മൾ നേപ്പാൾ ബോർഡറും കടന്നിട്ട് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എക്സൈറ്റ്മെന്റ്. ഇനി നേപ്പാൾ ബോർഡർ എത്തിയവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് സിം എക്സ്ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ചും ചെയ്യേണ്ട മെയിൻ പരിപാടികളാണ് കേട്ടോ. ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞോടെ തന്നെ നമ്മളെ സിം കാര്യങ്ങളൊക്കെ കട്ടാവും. പിന്നെ പൈസയും കൂടി ബോർഡറിൽ തന്നെ പെട്ടെന്ന് മാറ്റിക്കൊള്ളട്ടാ. ബോർഡർ കടന്നോടെ തന്നെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഓരോ ഷോപ്പുകൾ ഉണ്ടാവും. അതിന്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഈ എക്സ്ചേഞ്ചും സിം എക്സ്ചേഞ്ചും എല്ലാ ഷോപ്പും കാണുന്നത്. ഈ ആ ബോർഡറിന് ഏകദേശം അടുത്തായിട്ട് തന്നെ ഈ കാണുന്ന എല്ലാ ഷോപ്പും വരുന്നത്. അവിടെ തന്നെ സിം എക്സ്ചേഞ്ചും അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ചും ചെയ്ത് നേപ്പാൾ പൈസയും നേപ്പാൾ സിം റെഡിയാക്കി വെക്കുക. അവിടുന്ന് വീണ്ടും ഒരു ഷെയർ ടാക്സി യാത്ര ഉണ്ട്. നമുക്ക് ഇനി ടൗണിലേക്ക് പോകേണ്ടത്. നമ്മളിനി പോകുമ്പോൾ നേപ്പാൾ ടൗണിൽ അറിയപ്പെടുന്ന ഒരു പൊക്കാര സ്ട്രീറ്റിലേക്കാട്ടോ. അപ്പൊ ഇനി പൊക്കാര ടൗണിലേക്ക് തന്നെ ഏകദേശം 5-8 മണിക്കൂർ യാത്ര ഉണ്ട്. അതുപോലെ ചുരം കയറിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. വല്ലാത്തൊരു യാത്ര തന്നെ പറയാം. കാരണം ഓരോ മലകളിലൂടെ മുകളിലും കയറി താഴ്ചയും കുന്നിറക്കും എല്ലാം ഉണ്ട്. റോഡും അതിനനുസരിച്ച് വൻ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ കുറച്ചിങ്ങനെ ഏകദേശം കാറിനുള്ളിൽ ഇങ്ങനെ ഇരുന്ന് യാത്രയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിട്ടാ. വിചാരിക്കുന്ന പോലെയല്ല യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടാ. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു യാത്ര വീഡിയോസ് ക്ഷീണം കൊണ്ടൊന്നും എടുക്കാൻ പറ്റുന്നുണ്ട്. രാത്രി ഏകദേശം 12 മണിക്ക് നമ്മളെ പൊക്കാര ടൗണിലെത്തി. നമ്മളെ ബാഗൊക്കെ താഴ്ച നേരെ ഇതാ നല്ല വിശപ്പുള്ളതുകൊണ്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചു. മോനെ ഫ്രൈഡ് റൈസ് നമ്മൾ കഴിച്ചായിട്ട് ഒരു കിഡിലെ സാധനമാക്കി. നേപ്പാൾ പൈസ ഏകദേശം 150 രൂപേൻ്റെ വന്നെ. പക്ഷെ സംഭവം നല്ലൊരു അടിപൊളി സാധനമാക്കിയിട്ട് ആ രാത്രിത്തെ വിശപ്പോട് അങ്ങ് ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങ് ഉഷാറായി കിട്ടി. രാത്രി നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ തന്നെ ഏകദേശം ഒരു റൂം റെഡിയാക്കി അങ്ങ് സ്റ്റേ ആക്കി. പിറ്റേ ദിവസം രാവിലെ എണീച്ച് കിട്ടിയ വ്യൂ ആട്ടെ. നല്ല തണുപ്പുണ്ട്, അതിന് അധികം ചൂടൊന്നുമില്ല. ഇന്ത്യ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തണുപ്പിൽ തന്നെ അങ്ങനെ ഇരുന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരെ പൊക്കാര ടൗണിലെ സ്ട്രീറ്റ്സിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് 2-3 പരിപാടിയുണ്ട്. നമുക്ക് കുറച്ച് ട്രെക്കിംഗ് ആക്ടിവിറ്റീസ്. നമ്മളിനി അന്നപൂർണ്ണയെ കയറാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണം. അതുപോലെ നമുക്ക് പെർമിറ്റും വാങ്ങണം. അപ്പോൾ പെർമിറ്റ് വാങ്ങാൻ പോകുന്ന പോകുന്നേക്ക് കണ്ടൊരു സ്ഥലം അത് ഈ കാണുന്നത് ഏകദേശം ഒരു പാർക്കാൻ്റെ. പക്ഷെ എന്താ മോനെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെ വരട്ടെ. നല്ല കാം ആൻഡ് ക്വൈറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. ടൗണിലോട്ട് നടക്കുമ്പോൾ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി തട്ടെ. ഇതും പോകുന്നതായിട്ടുള്ള ഓരോ കാഴ്ചകളും. ഇത് നമ്മളെ പൊക്കാര സ്ട്രീറ്റ്. അപ്പോൾ നമ്മളെ പെർമിറ്റ് കിട്ടാനായിട്ട് നമ്മളെ പൊക്കാര സ്ട്രീറ്റിലെ നേപ്പാൾ ടൂറിസം ഓഫീസ് ബോർഡിൽ പോയി നമ്മൾ അന്നപൂർണ്ണിന്റെ പെർമിറ്റ് കിട്ടും. ഏകദേശം 1000 നേപ്പാളിയെ വരുന്നത്. ഇന്ത്യൻ മണി ഒരു 600-700 ആ റേഞ്ചായിട്ടും വരും കേട്ടോ. അത് കിട്ടിയാൽ നമുക്ക് അന്നപൂർണ്ണ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും നടക്കും. അപ്പോൾ തിരിച്ചു വരുന്നവർക്ക് നല്ല മഴ ഉണ്ടായിട്ടാ. മൺസൂൺ കാലം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല മഴക്ക് നല്ല മൂടേനു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ട്രെക്കിംഗ് ആക്ടിവിറ്റീസിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ റെന്റും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി മഴ ഒന്ന് പോയി കിട്ടാനാണ് നിന്നിട്ടാ. നമ്മൾ ഏകദേശം സൺറൈസ് ട്രെക്കിംഗ് ഹിൽസ് നമ്മളിതാ ഇവിടുന്നായിരുന്നു നമ്മൾ സംഭവങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ മഴ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമാധാനത്തിൽ അവിടുന്ന് റെസ്റ്റ് ചെയ്ത് ഏകദേശം സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സമയം കളിയാട്ടോ. നമ്മൾ സൺറൈസ് ട്രെക്കിംഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നേപ്പാൾ ടൗണിൽ തന്നെ. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മൾ നേപ്പാൾ ഒരു ദിവസം കറങ്ങിക്കൊണ്ട് തന്നെ പിറ്റേ ദിവസം നമ്മൾ അന്നപൂർണ്ണ ട്രെക്കിംഗ് കയറാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ റൂമിൽ വന്ന് ഇന്നത്തെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് റൂമിൽ തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാ റെസ്റ്റേലും പണി തന്നെ ആയിക്കോട്ടെ. പിന്നെ നാളെ മുതൽ നമ്മൾ നേപ്പാൾ ടൗണിലല്ലാണ്ട് നാളെ മുതൽ നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് സബ്മിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കട്ടെ കൂടുതലുണ്ട്. അപ്പോൾ നാളത്തെ വ്ളോഗ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് കയറുന്ന കാഴ്ചകൾ വിശേഷങ്ങളായിക്കോട്ടെ നിങ്ങളെ മുന്നിൽ എന്തായാലും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് വിശേഷമായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ പേജ് എന്തായാലും സബ് ചെയ്യുക. അടുത്ത വീഡിയോ ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഡിഗി ദ വ്ളോഗർ. ബൈ.